തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെരുന്തങ്കയുടെ വീട്ടിൽ ആദായ നികുതി റെയ്ഡ്. ശ്രീ പെരുമ്പത്തൂരിലെ വീട്ടിലാണ് റെയ്ഡ് ഉണ്ടായത്. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെത്തുന്ന ദിവസം റെയ്ഡ് നടത്തിയത് ഗൂഢാലോചനയാണെന്ന് സെൽവ പെരുന്തങ്കൈ പറഞ്ഞു. പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ് എന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരോപിച്ചു. ചെന്നൈയിൽ നിന്ന് എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, ഈ റെയ്ഡ് കഴിഞ്ഞോ? അജിംസ്, തമിഴ്നാട് PCC അധ്യക്ഷനും ശ്രീ പെരുമ്പത്തൂരിലെ DMK സഖ്യ സ്ഥാനാർത്ഥിയുമായ സെൽവ പെരുന്തങ്കയുടെ ശ്രീ പെരുമ്പത്തൂരിലെ തന്നെ വീട്ടിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് റെയ്ഡ് ആരംഭിച്ചത്. ഈ റെയ്ഡ് വോട്ടിന് വേണ്ടി പണം നൽകുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് എന്നാണ് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ പര്യടനം നടത്തുന്ന ഈ ദിവസം തന്നെ റെയ്ഡ് നടത്തിയതിൽ ഗൂഢാലോചനയുണ്ടെന്നും തനിക്ക് രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും സെൽവ പെരുന്തങ്കൈ പിന്നീട് ഒരു പ്രതികരണമായി അറിയിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ടിപ്പോൾ ചെന്നൈ ഇന്റലിജൻസ് IGയെ മാറ്റി. അതിനെതിരെ ഇപ്പോൾ DMK പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പുതുതായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥന്റെ ഭാര്യ BJP സർക്കാരിന് കീഴിൽ ഒരു നിയമനം ലഭിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നിയമനമെന്നാണ് ഇപ്പോൾ DMK ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെങ്ങും തന്നെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ നിയമവിരുദ്ധമായി ഇടപെടുന്നു എന്നുള്ളതാണ് DMKയുടെ ആരോപണം. ഇപ്പോൾ DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ഈ റെയ്ഡിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഇപ്പോൾ കന്യാകുമാരിയിൽ തുടരുകയാണ്. അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുമെന്നാണ് സൂചന.